ഇവിടെ കുറേ സെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പല സെറ്റുകളും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സെറ്റുകളാണ്. റിപ്പയർ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ നോക്കി ബോർഡിലെല്ലാം പണിത് വേറെ കപ്പാസിറ്ററും എല്ലാം മാറിയതുണ്ട്. മുഴുവൻ കപ്പാസിറ്ററും ഒക്കെ മാറിയിട്ടുണ്ട്. ഈ പവർ സപ്ലൈ ബോർഡിലൊക്കെ എന്തുമാത്രം പണിതിട്ടുണ്ടെന്ന് അത് കണ്ടാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ മാക്സിമം പണിത സെറ്റുകളാണ്. അപ്പോൾ അത് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു സാധനത്തിന് നോർമലായിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അധികം ആൾക്കാരെ കാണിക്കാതെയൊക്കെ കൊണ്ടുവരുന്ന സെറ്റുകളാണെങ്കിൽ ഞാൻ ഈസി ആയിട്ട് സർവീസ് ചെയ്ത് തരാം. അതിനൊക്കെ വരുന്ന ഒരു നോർമൽ കംപ്ലൈൻസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒത്തിരി പേര് നോക്കിയതാവുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയാം, അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് ശ്രമിച്ചു തന്നെ നോക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പഴയ സെറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇത്രയും സമയം നമ്മൾ കളയുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ സെറ്റിന് നിങ്ങൾക്ക് വിലയുണ്ടെന്ന് എനിക്കറിയാം. ആ വില ഞാൻ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമുക്ക് പവർ സപ്ലൈ ഒക്കെ പോയതൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് കൺഫേം ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എളുപ്പമുണ്ടല്ലോ. ഇത് അന്നത്തെ കാലത്തെ രാജാക്കന്മാർ സെറ്റുകളാണ്. ഇതൊക്കെ ഒത്തിരി കാലഹരണപ്പെട്ടു. അതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമേ. എല്ലാത്തിനും ഒരു ആയുസ്സുണ്ടല്ലോ. നമുക്ക് മനുഷ്യനൊരു ആയുസ്സുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ആയുസ്സുണ്ട്. അപ്പോൾ ആ ആയുസ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് ബോർഡ് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബോർഡിൽ ഇനി പണിയാനൊന്നുമില്ല. ഞാൻ അതിനകത്ത് ശ്രമിക്കുന്നില്ല. അടുത്ത സെറ്റിലേക്ക് പോവാം. അപ്പോൾ ഇത് അടുത്ത ഒരു സെറ്റാണ്. ഇതിൻ്റെ നമ്പർ DZ290K. ഇതും ഡെഡാണ്. ഈ സെറ്റുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബോർഡെല്ലാം ക്ലാവ് പിടിച്ച് ഒത്തിരി പഴക്കമുള്ളതാണ്. ഇത് കണ്ടില്ലേ, മൊത്തം IC-കളെല്ലാം ക്ലാവ് പിടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എല്ലാം ഒന്ന് നോക്കുവാണ് ഞാൻ. വോൾട്ടേജ് വല്ലതും മിസ്സിങ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഡെഡാണ് സാധനം. ഇപ്പോൾ പവർ സപ്ലൈ പ്രശ്നമാണെന്ന് തോന്നുന്നു. അവിടെ വോൾട്ടേജ് ഒന്നും കണ്ടില്ല. ഓക്കെ, അപ്പോൾ തക്കാലം ഇതിവിടെ നിൽക്കട്ടെ. അടുത്ത സെറ്റിലേക്ക് പോവാണ്. ഓണത്തിനിടെ പൂട്ടുകച്ചവടം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഓണത്തിനിടെ പൂട്ടുകച്ചവടമല്ല, ക്രിസ്മസിനിടെ കേക്ക് കച്ചവടമാണ്. പണ്ട് നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച ഒരു ഊഫറാണ് സെബ്രോണിക്സിൻ്റെ. അതിൻ്റെ പിന്നെല്ലാം ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് കുറ്റി കയറിപ്പോയി. കുറ്റി കയറി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഇതിനൊന്നും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. ഒരു സെറ്റിപ്പിൻ്റെ എടുക്കുക, ചൂടാക്കി ഇതിനകത്ത് ഇറക്കുക. ഇങ്ങോട്ട് കാണിച്ച് ചെയ്തിട്ടുണ്ടോ, കുറ്റി ഒടിഞ്ഞിരിക്കുന്നു. ഒന്ന് കാണിച്ചു കൊടുത്ത്, കുറ്റി ഒടിഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ. അത് പതുക്കെ അത് ചൂട് പോയി കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ പൊക്കിയ ഇതാണ്ട് സാധനം കൈ കിട്ടി. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. മനസ്സിലായോ? ഒരു പോക്കടിച്ച് ഒരു സെറ്റിപ്പിൻ്റെ ആവശ്യമുള്ളൂ ഇത് ചെയ്യാൻ. അത് തന്നെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ചൂടാക്കാനുള്ള സോൾഡറിങ്ങാനൊക്കെ വേണം. പിന്നെ ഇതിൻ്റെ പിന്നൊടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നില്ല, ഇത് റേഡിയോയുടെ ഏരിയയിലാണ്. ഇത് പിന്നെ ഓക്കെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നൊടിച്ച് കളഞ്ഞു. അങ്ങനെ വരുമ്പോൾ ശരിക്കും നല്ല സോക്കറ്റ് കിട്ടും. സോക്കറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്, പിന്നെ പോകത്തില്ല. അല്ലെങ്കിൽ ഇത് കൂട്ടൊരെണ്ണം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി, അപ്പം മതി. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഒരെണ്ണം പോയതായിരുന്നു സാറ്റലൈറ്റ് സ്പീക്കർ. വയറ് മാത്രമല്ല, സ്പീക്കർ പോയിട്ട് വലിച്ചു പറിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്പീക്കർ മാറിയിട്ടുണ്ട്. അത് മാറി സെറ്റ് ചെയ്യുവാണ്. ഇതാണ് അതിൻ്റെ സ്പീക്കർ. 4 ohms 15 watts ഒക്കെയാണ്. സെബ്രോണിക്സ് വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്.
അയക്കാനും കൊണ്ടുവന്നല്ലേ, ഇരിക്കട്ടെ, നമുക്ക് നോക്കാം അല്ലേ. മോളിംഗ് മാറ്റാൻ പറ്റും, സമയമാണ് പ്രശ്നം. സാറേ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഈ സാംസങ്ങിന്റെ മറ്റേ സി ഡി ഇടുന്ന എൻ്റെ പഴയ മോഡൽ. അപ്പം നമുക്ക് ഇതിനകത്ത് പുതിയത് ഈ ബ്ലൂടൂത്തും മറ്റേ ഇതും എല്ലാം കൂടെ ആ വരുന്ന സെറ്റിന് എത്രയാവും, ഒരു നോർമൽ സെറ്റിന്? ഇതിനകത്ത് നമുക്കൊരു ബ്ലൂടൂത്ത് പെൻഡ്രൈവ് ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ. അല്ല, പെൻഡ്രൈവ് വേണമെങ്കിൽ വേറൊരു മോഡുകൾ ആവശ്യമുണ്ട്. ബ്ലൂടൂത്ത് മാത്രം മതിയെങ്കിൽ വേറൊരു ചെറിയ മോഡുകളുണ്ട്, അതതിനകത്ത് കണക്ട് ചെയ്താൽ മതി. അത് ഈസിയാണ്. കാരണം അതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയാം, അകത്ത് വെച്ചാൽ മൊബൈൽ. കിട്ടും. പിന്നെ ഇതിനകത്ത് റേഡിയോ ഒക്കെ ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുമോ? റേഡിയോ വർക്കിംഗ് അല്ലേ? ഇത് ഞാൻ വെച്ചിട്ടൊന്നും കിട്ടുന്നില്ല. സാർ അതേമാതിരി തന്നെ ഇതിന്റെ അകത്ത് എല്ലാ ചാനലും വരുന്നുണ്ടോ എന്ന് എനിക്കൊരു അറിയത്തില്ല. എനിക്ക് അതിനെ പറ്റി ഒരു സറൗണ്ടും പിന്നെ വേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഇതിന്ന് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി, ഇതിന്റെ ചാനൽ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് അതിലൊന്ന് എഴുതി വരാം. നേരെ മേളിൽ പോയി തുറന്നിടാം. ഇങ്ങനെ ബാറ്ററി ഫിനിഷ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂട്ടറിൻ്റെ ബാറ്ററി ചെയ്തതിൻ്റെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാനൊരു അഡീഷണൽ പ്രൊട്ടക്ഷനായിട്ടൊരു സാധനം വെക്കാണ്, MCB. ഇത് ശരിക്കും സാധാരണ MCB അല്ല. ഇതൊന്ന് കാണിച്ച്. ഇത് 50 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള DC ആണ്. DC സർക്യൂട്ട് ബ്രേക്കറാണ്, DC. അതായത് ആംപിയർ, ഇതിപ്പോൾ നമുക്കിടെ ഈ സാധനത്തിന് 5 ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് 25 ആംപിയർ ഇതിനുണ്ട്. ഇത് 50 ആംപിയർ വരെ താങ്ങുന്ന ഒരു സാധനമാണ്. ഇതങ്ങനെ മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല. ഇത് പണ്ട് ഞങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ റൊമായി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കാനായിട്ട് സ്പെയറായിട്ട് കമ്പനിയുടെ നിന്ന് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന കുറച്ചെണ്ണം എൻ്റെ ഇരിപ്പുണ്ട്. ഇത് സാധാരണ ഇലക്ട്രിക് കടകളിൽ കിട്ടുന്ന സാധനമല്ല, ഇത് DC ആണ്. ഡയറക്റ്റ് കറണ്ടിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സർക്യൂട്ട് ബ്രേക്കറാണ്. എന്തെങ്കിലും കാരണവശാൽ ഷോർട്ടിംഗ് ഒക്കെ വന്നാൽ പോകാൻ വേണ്ടി. പക്ഷേ ഇതിനകത്തൊരു ഫ്യൂസും ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു അഡീഷണൽ ഇതായിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഞാനൊരു സാധനം വെക്കുകയാണ്. ഇത് ഇച്ചിരി വില കൂടുതലാണ്, സാധാരണ MCBയുടെ വിലയ്ക്ക് ഇത് കിട്ടത്തില്ല. അപ്പോൾ അത് ഒന്ന് കണക്ട് ചെയ്യുവാണ്. അപ്പം മെയിൻ ലൈൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനത് കട്ട് ചെയ്ത് മുറുക്കുന്നത്. ഇപ്പോൾ മുറുക്കി, ഈ സൈഡ് മുറുക്കി, ഇനി മറ്റേ സൈഡിലൂടെ. മറ്റേ സൈഡ് മുറുക്കി. ഞാൻ ഇച്ചിരി ലെഡൊക്കെ ഇട്ടാൽ ക്ലാവൊന്നും വരാതിരിക്കും. ഇത് കഴിഞ്ഞു. ഇത് അതിൻ്റെ ഓണ്, അതിൻ്റെ ചാർജർ പോസി. ഇപ്പോൾ നമ്മളത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. ഇതിപ്പോൾ റെഡ്, ഇത് ഗ്രീൻ കളറാണ് ഇതിൻ്റെ. ഇത് കണ്ടത് ചാർജ് ചെയ്യാത്തപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളർ വരും. ചാർജ് തുടങ്ങുമ്പോൾ റെഡാണോ അത്. ബാറ്ററി ഫുള്ളായാലും കണ്ടോ, നമ്മളത് കണക്ട് ചെയ്തു, ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തു, റെഡായി. ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ ചാർജിങ് പോലും നടക്കില്ല, ഫുൾ കട്ടിങ് ആയി. ചാർജിങ്ങിന് എന്തെങ്കിലും വിഷയം ഉണ്ടായാലും ഇത് കട്ടാവും. പിന്നെ ബാറ്ററിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായാലും കട്ടാവും. ഇത് ഓണായിരുന്നെങ്കിൽ മാത്രമേ ഇത് ആവുള്ളൂ. ഇത് ഓൺ ഓഫ് എന്ന് ഇവരങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. മേളിലേക്കുള്ളത് ഓണ്. അപ്പോൾ ഒരു മാർക്കർ എടുത്ത് അത് നമ്മൾ ഓൺ ഒന്ന് എഴുതി വെക്കാൻ പോവാം. ഇപ്പോൾ വേറെ ആൾക്കാരാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഞാൻ ഓൺ പൊസിഷൻ ഓൺന്ന് അങ്ങ് എഴുതി. താഴെ ഓഫ്, OFF ഓഫ്. അപ്പോൾ ഇത് താഴോട്ട് ഓഫ് ചെയ്യുമ്പോൾ പച്ചയായി, ബ്രേക്കായി, ഇത് ചാർജിങ് ആയി. അപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ ബാറ്ററി കവറിങ്ങിലാക്കണം. നമുക്ക് അതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷീൽഡ് ചെയ്യാൻ പോവാണ് ബാറ്ററി. ഇനിയിപ്പോൾ മൊത്തത്തിൽ എവിടെയെങ്കിലും ഷീൽഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചെയ്തിട്ട്
ഇത് പിന്നെ അത്ര ഒന്നും നോക്കാനില്ല. ഇതിങ്ങനെ തന്നെ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചാലും കുഴപ്പമില്ല, കറക്റ്റ് പെട്ടിയാണ്. ഇതൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു ഷീൽഡിങ് ചെയ്തിട്ടേ വെക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്നു, ബാറ്ററിയുടെ ബന്ധം വിച്ഛേദിക്കുന്നു. ഇനി നമുക്കിത് ഒന്ന് ഇച്ചിരി ചെറിയ ഇതൊക്കെ പോലെ ഉണ്ട്. അറിയാൻ കേട്ടോ. തലമുക്ക് വെക്കാം. ടൈറ്റ് ആണെങ്കിൽ കയറി വരികയില്ല. ഇച്ചിരി തള്ളുകയൊന്നും ഈ താഴെ ഇരിപ്പുണ്ട് ഇതിൻ്റെ വലുത് ജിൻസി. താഴെ സ്ക്രൂ ഡ്രൈവറൊന്നും ഉപയോഗിക്കല്ലേ, ഈ മെറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കല്ലേ. പോസ് ചെയ്തവനെ അത്ര കാണിച്ചാൽ മതി. ഹലോ, നമസ്കാരം, പറഞ്ഞു. ഉവ്വ. ആ, പ്ലാസ്മയുടെ ഞാൻ ഇവിടെ കുറേ പ്ലാസ്മ പലരും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്പെയർ ഒന്നും അവൈലബിൾ അല്ല, നടപടിയില്ലത്. കാരണം എല്ലാവരും അത് ഉപേക്ഷിച്ചു. ആ, ഓ ഓ ഓ ഓ നമുക്ക് ഇച്ചിരി കഴിയട്ടെ, നോക്കാം. കോഴിക്കോടല്ലേ? ഓക്കെ. ഞാൻ കുറച്ച് പ്ലാസ്മ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിച്ച് റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓരോ ദിവസവും നമുക്ക് ഇത്ര വല്ല സമയമുള്ളൂ മാക്സിമം, അതാണ് വിഷയം. ഓക്കെ, നോക്കട്ടെ. ഇടയ്ക്ക് നോക്ക്. ഞാൻ വീഡിയോ ഇടും. പ്ലാസ്മ ഞാൻ 3 പേരല്ലേ, 3 പേരും കൂടെ ഒന്നിച്ചിവിടെ. ആ, ഗ്ലൂ ഇടാം. പോയിട്ട് കഴിയുമ്പോഴായി കുഴപ്പമുണ്ടാകുന്ന മൊത്തം. ഇത് കയറാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഒന്ന് ഉണങ്ങിക്കോട്ടെ. ഇല്ല, അങ്ങനെ ഒന്നും ആക്കല്ലേ, കണക്ഷനാണ്. ഇത് എടുത്ത് വെച്ചോ നമ്മൾ. ഒന്ന് ഉണങ്ങിക്കോട്ടെ. ഉണങ്ങട്ടെ, എന്നിട്ട് കയറ്റാം. വേണ്ട, ഇതിങ്ങനെ വിട്ടാൽ മതി. പുറത്തേക്ക് ഇങ്ങനെ വിടുന്നു, ഇങ്ങനെ വിട്ടാൽ മതി. അല്ല, മണ്ടേ കൂടെ വിട്ടാൽ മതി. എവിടെയെങ്കിലും മൂല ചേർത്താം. ആ, ഇതിലെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. എതിരെ വിട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ വിട്ടാലും മതി. അതിനാ ഒരു പൊഴി ഇടുന്നത്. 1 ഇഞ്ച് പോലും തള്ളിയല്ലാതെ നമ്മൾ പണ്ട് ചെയ്ത്. ഇപ്രാവശ്യം നമ്മൾ ഈ ഗ്ലൂഗൺ ഉപയോഗിക്കുന്ന കുഴപ്പം. ഗ്ലൂഗണ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി അതിനൊന്നും പോകില്ല. ഞാൻ ചെയ്യാം.
ഇവിടെ ഈ ഷീറ്റെ പിടിച്ച് വലിച്ച് ഞാൻ ഈ ബാറ്ററി ഇവിടെ പിടിച്ചോളാം. ഉം. ഷീറ്റെ പിടിച്ച് വലിച്ച് മതി പോസ് ചെയ്തോ. നിൽക്ക്. കത്തി വെച്ച് എന്തായാലും പിടിക്കണം, അങ്ങനെ പിടിക്കണം. പോന്നു. ഉം. പിടിച്ചു. ഇവിടെ എന്തെങ്കിലും വെക്കണമെന്ന് ഇത് കാണാതെ. വേണ്ട, അത് വേറെ പീസ് ഒട്ടിക്കാം. ഒരു മറ്റേ സാധനം ഒട്ടിക്കാം, അത് എഡ്ജിൽ ഒട്ടിക്കാം. ഇതിവിടെ ഉണ്ടല്ലോ, എല്ലാത്തിനും പീസ് ഉണ്ടല്ലോ. ഇടയ്ക്ക് ഉരുക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഉരുക്കുന്നുണ്ട്. അതെന്നാൽ അത് ഉരുക്കിയിട്ട് ഇവിടെ ചെയ്താൽ മതി. ആ. അല്ലെങ്കിൽ അവിടെ വലിഞ്ഞു പോകും. പിടിച്ചാൽ ഇങ്ങനെ ഒരു സാധനം വെച്ച് കൈ വെച്ച് പിടിച്ചാൽ പൊള്ളുകയല്ലേ. ഒരു മെറ്റൽ സാധനം, അത് മെറ്റൽ വെച്ച് പിടിക്കണം. പിടിച്ചാൽ മതി. ഇച്ചിരി കൂടി ഇരിക്കും. ഇവിടെ മുകളിലടിക്കും. മുകളിൽ ഇവിടെ അങ്ങനെ വേണം. മതി ഇത് മതി. നിർത്തുവാണ്. ഇങ്ങനെ പിടിക്കണം ആ സമയത്ത് ചൂടായിട്ടിരിക്കുമ്പോൾ. ഒന്നും കൂടി അടിച്ച് അത് മതി. കേട്ടോ, മതി. അത് ടൈറ്റാണ് അതിനാ. ഇവിടെ ഒരു പീസ് മറ്റേ കഷ്ണം ഒട്ടിക്കാൻ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അകത്തൊരെണ്ണം, എന്നാലും ഒരെണ്ണം കൂടെ പുറത്തൂടെ ഒളിച്ചു. ഈ നീല വെച്ചാൽ മതിയോ? നീലയുടെ കുഞ്ഞു പീസ് അകത്ത് കയറ്റി വെച്ചാലും മതി. നീലയുടെ നമ്മുടെ കിടപ്പുണ്ടല്ലോ. അതൊരെണ്ണം എടുത്ത് വെച്ചാലും മതി. അകത്തൊരു റെഡ് ലെയറും ഉണ്ട്, പുറത്തൊരു ഗ്രീൻ ലെയറും ഉണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഡ്യുവൽ ലെയറുണ്ട്. ഇത് മൂന്നാമത്തെ ലെയറാണ്. അത് വേണ്ട ഇൻസി, അതിനൊന്നും ആവശ്യമില്ല. 2 ലെയർ ഫുൾ കവേർഡ് ഉണ്ട് അവിടെ. ഒരു പീസ് അകത്തോട്ട് വെച്ചു. പിടിക്കണം. ഇച്ചിരി നേരെ ആക്കട്ടെ. മാറിക്ക്, ഞാൻ അടിച്ചോളാം. ഞാൻ വേറെ ഇട്ടോളാം. അപ്പോൾ ഓക്കെ. വേണ്ട ഇനി ചുരുങ്ങുള്ളൂ. കറക്റ്റ് ആ സൈഡായി, ഈ സൈഡായി, വാട്ടർ പ്രൂഫായി.
ഊരി ഇട്ടേക്കട്ടെ. ആ ആ 2 ചെറിയ സ്ക്രൂ ഇങ്ങരുത്, അത് ഇവിടുത്തെയാണ്. പിന്നെ സെറ്റിങ്ങും എല്ലാം ഇടണ്ടേ, കാരണം ഇത് എന്തുമാത്രം ബുദ്ധിമുട്ട് ചെയ്ത് കൊടുത്ത ഓരോ വർക്കിനുണ്ടെന്നുള്ളതേ ചെയ്യുന്നവരൊക്കെ കാണണ്ടേ. ചില മുഴുത്ത സ്ക്രൂ ഡ്രൈവർ വേണം ജിൻസി. നമ്മുടെ മെഷീനിങ് തന്നാൽ മതി. ആ പിടിച്ച് ഓക്കെ. അതിൻ്റെ പിന്നെ ഇതാണ് ഓൺ ഓഫ് സ്വിച്ചാണേ, എന്താ സ്വിച്ചാണ്. പിന്നെ ഇത് മറ്റേ ഗ്ലൂ ഗൺ എന്ത് ചെയ്യുന്ന ഇതിനകത്തിടട്ടെ. ഹലോ ഉണങ്ങട്ടെ. ഹലോ, അതെ അതെ. ഇച്ചിരി തിരക്കില്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചോയേ. ഹലോ, ആ പറഞ്ഞോ. ആ ആൻഡ്രോയിഡ് ബോക്സ് ഉണ്ട്. ഹലോ, ഇച്ചിരി കൊടുക്കുമ്പോൾ നമുക്കത് കുഴപ്പമില്ല, അതിലൊന്നും കാര്യമില്ല. ആ ആ ഇച്ചിരി ആണ് ക്ലാരിറ്റി കൂടുതൽ, അതാണ് കൊടുക്കുന്നത്. ആ ഇച്ചിരി കൊടുക്കാം. ആ അങ്ങനെയൊന്നുമില്ല. ആ ഇച്ചിരി കുത്തി നോക്കിയായിരുന്നോ, പടം ഉണ്ടോ അതിനകത്ത്? ഇട്ടു മാറണം. ഓക്കെ. ഇച്ചിരി ക്ലാരിറ്റി കൂടുതലുണ്ട്. ഇത് MCB 40 50 ആംപിയറിൻ്റെ MCB. ഇത് ഓൺ ഓഫ് സ്വിച്ചുകൾ. അപ്പം ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു ലോഡ് കൊടുക്കാൻ ഒരു ബൾബ് ഉണ്ടായിരുന്നു. ആ ഡ്യുവൽ ബൾബ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇവിടെ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയെങ്കിൽ ഇത് ഓൺ ടെക് ആക്കിയാൽ ട്രാവൽ ബൈ സോണി ഓൺ ജിൻസി ചെയ്തു. എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഒരു ലൈക്ക് അടിക്കുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ എല്ലാവരും ഹൈപ്പും ചെയ്യാനും ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ലൈക്ക് അടിച്ച് സ്കൈപ്പ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർ ഇതുപോലെ ബാറ്ററി വല്ലതും ഉണ്ടാക്കി വേണ്ടവർക്ക് ഈ മൊബൈൽ നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അതായത് ഇതിൻ്റെ ലോക്ക് ഇട്ടെങ്കിൽ മാത്രമേ വണ്ടി വർക്ക് ചെയ്യുള്ളൂ. അതായത് ലോക്കിലേക്ക് വീഴണം, പുറത്തേക്ക് തള്ളണം. ഇത് കണ്ടോ, പുറത്തേക്ക് തള്ളിക്കഴിയുമ്പോൾ ലോഡ് വന്നു. പക്ഷേ ചാർജിങ്ങിന് അകത്തേക്ക് തള്ളി നിൽക്കണം, എങ്കിൽ മാത്രമേ ചാർജിങ് നടക്കുകയുള്ളൂ. പിന്നെ ഇത് ട്രിപ്പാക്കിയാൽ എല്ലാം കട്ടാവും. എന്ത് പ്രശ്നം വന്നാലും അത് ട്രിപ്പാവും. ഇതൊന്ന് കാണിച്ചേര്. ആണോ വീഡിയോ ക്ലിയർ ഉണ്ടോ? ഇത് ഓൺ ഓഫ്. പിന്നെ ഇത് കീ. ഇത് ഓഫ് ചെയ്താൽ ഓഫായി, ഒന്നുകൂടെ ഓഫ് ചെയ്താൽ ചാർജിങ് ആയി. ഇത് ഓഫ്, ഇത് വീണ്ടും ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രം, വണ്ടിയെ ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകുകയോ ഓടുകയും ചെയ്യുള്ളൂ. അപ്പം ഇത് ഓഫ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടാലേ ചാർജിങ് ആവുള്ളൂ. ഇനി ബാക്കി സ്ക്രൂ എല്ലാം ഇടാം. ബാക്കി സ്ക്രൂകൾ